മൂത്തവനോട് പിതാവ് പറയും, നീ മുന്തിരിത്തോട്ടത്തിൽ പോയി വേല ചെയ്യാൻ. അവൻ പറയും, ഞാൻ പോകത്തില്ല എന്ന് പറയും. രണ്ടാമത്തവനോട് പറയും, നീ പോക എന്ന് പറയുമ്പോൾ അവൻ ഞാൻ പോകാം എന്ന് പറയും, പക്ഷേ പോയില്ല. എന്നാൽ പോകത്തില്ല എന്ന് പറഞ്ഞവൻ എന്ത് ചെയ്തു? മുന്തിരിത്തോട്ടത്തിൽ പോയി. ഒരു ചോദ്യമാണ്, ആരാണ് യഥാർത്ഥത്തിൽ പിതാവിൻ്റെ ഇഷ്ടം ചെയ്തത്? നിങ്ങൾ ആ ഉപമയിൽ നോക്കിയാൽ യേശു തമ്പുരാൻ കൃത്യമായിട്ട് അതിനൊരു ഉത്തരവൊന്നും പറയുന്നില്ല. രണ്ടാമത്തെ ഉപമയാണ് മുന്തിരിത്തോട്ടവും അതിലെ പാട്ടക്കാരുടെ അല്ലെങ്കിൽ കൃഷിക്കാരുടെ ഉപമ. നമ്മളിപ്പോൾ ഇന്നത്തെ സന്ധ്യയുടെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്ത ഈ വേദഭാഗം. ഇനി മൂന്നാമതൊരു ഉപമയുണ്ട്. അത് 22-ാമത്തെ അധ്യായത്തിലാണ്. ഗൃഹസ്ഥനായ ഒരു മനുഷ്യൻ ഒരു കല്യാണ വിരുന്ന് ക്രമീകരിക്കുന്നു. അതിൽ ക്ഷണിച്ചവരൊക്കെ കടന്നു വരാതിരിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ ഭൃത്യന്മാരെ ചെന്നിട്ട് വഴിത്തലയ്ക്കൽ നിൽക്കുന്നവരെയൊക്കെ വിളിച്ചുകൊണ്ടുവന്ന് കല്യാണ വിരുന്നിന് ഇരുത്തുന്നു. കല്യാണ വിരുന്ന്